ഇത് ജീൻസിൻ്റെ ഒരു ടോപ്പാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുക്കുകൾ വന്നിട്ട് ഇങ്ങനെ കെട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സെൻറ്ററിൽ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക് കൊടുത്ത് താഴെ ഫ്രില്ല് വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ജീൻസിനിടാം, അല്ലാതെ പ്ലെയിനായിട്ട് അത് മാത്രമായിട്ട് നമുക്കിടാം. ജീൻസിൻ്റെ ടോപ്പായിട്ട് ഇടേണ്ട, അല്ലാതെ ഫ്രോക്ക് പോലെ നമുക്കിടാം. എന്നിട്ട് ക്രോസ് പീസ് എടുത്തിട്ട് ഇവിടെ കയ്യിൽ ക്രോസ് പീസ് കൊടുക്കുക, ഇവിടെ കഴുത്തിനും അത് കൊടുത്തിട്ട് കെട്ടായിട്ട് കൊടുക്കുന്നതാണ്. ഞാനിത് വെട്ടിയെടുത്ത് പോയി, അപ്പോഴാണ് ഓർത്തത് ഇത് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ 4 പീസാണ് ഒറ്റ വിട്ടിൽ. നമുക്ക് കൂടുതൽ വെയിറ്റ് വേണമെങ്കിൽ ഒറ്റ വിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് അതിനെയാണ് നമ്മൾ ലെങ്ത് അനുസരിച്ച് 2ആയിട്ട് മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കുക. കണ്ടോ, ഇങ്ങനെ തന്നെ മടക്കിയെടുത്തു. ഓക്കെ, അതായത് തുണിയുടെ വീതി അനുസരിച്ച്, തുണി 36 ഇഞ്ച് വീതി ഉള്ളതാണെങ്കിൽ അധികം പ്ലേറ്റ് ഉണ്ടാവില്ല. 40, 42, 44 ആണെങ്കിൽ വീതി കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് പ്ലേറ്റ് കൂടുതൽ കിട്ടും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഒരു 3/4 ഇഞ്ചാണ് എടുത്തിട്ട് ഈ ആംഹോളിൻ്റെ അവിടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് 3 ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇതുപോലൊരു കുഞ്ഞുടുപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് എടുക്കണ്ടെന്ന് വിചാരിച്ചത്. എന്നാലും ഞാനത് കാണിച്ചു തരാം. അതായത് ഇങ്ങനെ നമ്മൾ തുണി കണ്ടോ, ഇങ്ങനെ തുണി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തുണി എടുത്തിട്ടേക്കാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച്, അത് നമ്മൾ വലിയവരായതുകൊണ്ടാണ് 3 ഇഞ്ച് എടുക്കുന്നത്. ഇവിടുന്ന് 3/4 ഇഞ്ച്, 1.5 ഇഞ്ച് എടുത്താലും നമുക്ക് കുഴപ്പമില്ല, എന്നാലും ഞാൻ 3/4 എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാനിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോള് നമ്മൾ എടുക്കേണ്ട, നമ്മൾ മുകളിൽ നിന്ന് കെട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആം ഹോള് ഒരു പകുതിയോ 3/4 എടുത്താൽ മതി. പകുതിയോ 3/4 മീൻസ് ഓരോരുത്തർ, അതായത് ആം ഹോള് കൂടുതൽ ഇറങ്ങണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മുകളിലേക്ക് കെട്ട് വരുമ്പോൾ നമ്മുടെ ഈ നെക്ക് എവിടെ നിൽക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതായത് ചിലർക്ക് മുകളിലോട്ട് കയറിയിരിക്കണം, ചിലർക്ക് 4 ഇഞ്ച് താഴ്ത്തി മതി, ചിലർക്ക് 5 ഇഞ്ച് താഴ്ത്തി മതി. അപ്പോൾ മുകളിലോട്ട് നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ആ 4 ഇഞ്ചിൽ കെട്ടുപോകും ഇല്ലേ. കെട്ടായിട്ട് കൊടുക്കുകയാണ്, ബാൻഡ് കൊടുക്കുകയല്ല, കെട്ടായിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന ആം ഹോള് നമ്മളിപ്പോൾ ഒരു 7 ഇഞ്ചാണ് അല്ല 6.5 ഇഞ്ചൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ആം ഹോള് ബാക്കി കൊടുത്താൽ മതി. ബാക്കി 3.5 കൊടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടുന്ന് കട്ട് ചെയ്യുക. ഇത് നമ്മുടെ കെട്ടാണ് കേട്ടോ, ചരട് കൊടുക്കുന്നതാണ്. അത് ക്രോസ് പീസിൽ വേണം കൊടുക്കാൻ, അതായിരിക്കും ഭംഗി. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ജീൻസിൻ്റെ ടോപ്പ് അല്ലാതെ ഫ്രോക്കായിട്ടൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇത് കട്ട് ചെയ്തത് മനസ്സിലായി കാണുമല്ലോ. കട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഓർത്തത്. അപ്പോൾ ഓക്കെ, ബൈ, കാണാം. ഞാൻ ഈ ഉടുപ്പ് തയ്ച്ച് കഴിഞ്ഞുണ്ടോ, ഈ മോഡല്. ഓക്കെ, കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. ഇത് കൂടുതൽ ഫ്ലെയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഡബിൾ വിട്ടിൽ നമ്മൾ തുണി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിതിൽ അതിൻ്റെ കെട്ടിലൊക്കെ വേറെ ബീഡ്സ് ഒക്കെ കൊടുത്തു നല്ല ഭംഗിയിൽ ചെയ്തേക്കാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇതുപോലുള്ള മോഡലുകൾ വേണമെങ്കിൽ നിങ്ങൾ നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഫ്ലെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓക്കെ, ബൈ, നമുക്ക് വീണ്ടും കാണാം. ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത സാധനങ്ങളാണ്. കഫ്താൻ മോഡൽ, പിന്നെ അതുപോലെ തന്നെ നൈറ്റി, ആലിയ കട്ട്, ഇതെല്ലാം തന്നെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ നമ്മൾ ചെയ്ത് കൊടുത്തേക്കാണ്. ഇതുപോലെ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെടാൻ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ.